എല്ലാവർക്കും കഴിഞ്ഞാണ് ഇത് ഫുള്ളി ഫൈനൽ ഞാൻ വെച്ച് കാണിക്കാം കണ്ടോ ഇതിപ്പം ട്രഡീഷണൽ പഴയ നാഗപടം എന്ന് പറയുന്നത് വളഞ്ഞിരിക്കുന്നത്, അതായത് നാഗത്തിൻ്റെ പത്തി പോലെ വളഞ്ഞിരിക്കുക, അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. കണ്ടോ ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു ഡിസൈൻ പറഞ്ഞാൽ എനിക്കത് ഉറപ്പായിട്ട് ചെയ്തു തരാം, പെട്ടെന്ന് ചെയ്തു തരാം. ഇപ്പോൾ ഇത് പാലക്ക ഇതിന്റെ മുകളിൽ ഒരു കൃഷ്ണൻ വരുന്ന ഒരു മോഡലാണ്. എൻ്റെ കിട്ടിയ സിമ്പിൾ ഇങ്ങനെ അപ്പം നമുക്ക് മാസ്റ്ററിനടുത്ത് കത്തി പോകും. ഈ പേളുകൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശരിക്കും റിയൽ പേളിൻ്റെ പ്രത്യേകത, അതായത് ചൂട് ഇപ്പോൾ കത്തിച്ചു കഴിഞ്ഞാലും. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറക്കാട് ജ്വല്ലേഴ്സിൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം മേക്ക് ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടറിയിലാണ് കേട്ടോ. നേരത്തെ ഞാനൊരു പറക്കാട് ജ്വല്ലേഴ്സിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അന്നേ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഈ മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണണം എന്നുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ബിനു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിനു പറക്കാടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ചാൻസ് വീണ് കിട്ടിയേക്കാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ, ഇവിടുത്തെ സ്റ്റാഫ് കൂടുതലും ലേഡീസാണ്. എനിക്ക് തോന്നുന്നു ഒരു 80-90ഓളം ലേഡീസ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം, ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നതെല്ലാം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് സ്പോൺസർ ചെയ്തേക്കുന്ന പാറ്റേൺസ് പറഞ്ഞ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ പാറ്റേൺസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണണം, ഞാനിവിടെ ഈ ബട്ടണിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ്, അതായത് ഫ്ലോറൽ ടൈപ്പിൽ ഉള്ള ഒരു സാരി ഗൗണാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് നിങ്ങൾ പ്രിഫർ ചെയ്യാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പാറ്റേൺസിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ മേക്കിംഗ്, നമ്മുടെ ജുവൽസ് എല്ലാം ഉണ്ടായി വരുന്ന പ്രോസസ്സിങ് ഇവിടാണ് കേട്ടോ. അപ്പോൾ ബിനു ചേട്ടനെയും ശ്രുതിയെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പറക്കാടിന് നമ്മുടെ ജുവൽസിൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എങ്ങനെയായിട്ടോ അപ്പം സംഭവമൊക്കെ? അതായത് നമ്മൾ മെയിനായിട്ട് നമുക്ക് കസ്റ്റമൈസ് ഓർഡറുകൾ ഒത്തിരി വരും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് വീടുകളിൽ ഇരുന്ന് ചെയ്യണ 10,000-ഓളം തൊഴിലാളികളുണ്ട്. അവർ നമുക്ക് വേണ്ടി നമ്മൾ ഡിസൈൻസ് കൊടുത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ട് മുതലുള്ള സ്വർണം പണിയുന്ന ആളുകൾ വീടുകളിൽ ഇരുന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ചെയിനുകൾ അങ്ങനെയുള്ള എല്ലാം ഒരു സെക്ഷൻ വീടുകളിൽ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അത് ഇത് കൂടാതെ ഒത്തിരി ആളുകളുണ്ട്. അവർ ഇപ്പം നമ്മളെ വീടുകളിൽ ഇരുന്ന് നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ ഇവിടെ നമ്മൾ ശരിക്കും മാസ്റ്ററാ. അതായത് നമുക്ക് വേണ്ട ഒരു ഡിസൈനിൻ്റെ ഒരു പീസ് ഇവിടെ ഇട്ടിട്ട് ഇത് നമുക്ക് അവർക്ക് കൊടുത്തു വിട്ടിട്ട് അവർ ചെയ്തു കൊണ്ടിരുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് ഓർഡറുകൾ വരും, അതായത് പറയുന്ന രീതിയിൽ. ഇപ്പം അവർ നമുക്കൊരു ഫോട്ടോ കിട്ടിയാൽ മതി. കാരണം ഫോട്ടോ കിട്ടുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോഡലിൻ്റെ, കാരണം നമുക്ക് അതിൻ്റെ വർക്കിൻ്റെ എക്സാക്റ്റ് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം അപ്പോൾ നമുക്ക് ആ കിട്ടുന്നത് അനുസരിച്ചിട്ട് നമുക്ക് ഏത് മോഡലും ഇവിടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും വിദഗ്ധരായ ഒത്തിരി. അപ്പോൾ ഈ ജുവൽസ് മാത്രമാണ് ചെയ്യുക, അതുകൂടാതെ നമ്മുടെ അന്ന് പറക്കാടിൽ കണ്ടായിരുന്നല്ലോ കുറേ ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ്, അതെല്ലാം ചെയ്യും. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് അതിൻ്റെ ആ തരത്തിലുള്ള അതിൻ്റെ ബേസൊക്കെ നമ്മൾ രാജസ്ഥാനും ബോംബെയും കലക്കട്ടയൊക്കെ അതിൻ്റെ, കാരണം കാഡ് അത് കുറച്ചുകൂടി കലാകാരന്മാർ കൂടുതലുള്ളത് രാജസ്ഥാനിലാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ബേസുകൾ മാത്രം, കോട്ടിംഗ് അല്ല നമ്മുടെ ഈ ഫാക്ടറിയിലാണ്, പക്ഷെ അതിൻ്റെ ഒരു ബേസ് നമ്മൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യാറ്. നമ്മുടെ ഇവിടെ വിഷുവിൻ്റെ കുറച്ച് ആഘോഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും സെറ്റൊക്കെ കൊടുത്ത് നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നത്. ഞാൻ മാത്രം വിളിക്കുന്നത്. അതെ അതെ. അപ്പോൾ നമുക്ക് ആ ഡിസൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു മാസ്റ്ററിലൊരു ചെറിയ ഒരു ഇതിൽ പറയാം, ഇതൊരു മെഴുകാണ്. അപ്പോൾ ഈ മെഴുകിൽ ഇത് മിക്കവാറും നമ്മൾ ചില ഐറ്റംസ് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ചെയ്തെടുക്കും. ഡൈസ് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി നമ്മൾ കസ്റ്റമൈസ് ചെയ്തതും പിന്നെ നമുക്ക് വേണ്ടിയിട്ടും കുറേ സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ ഓർണമെൻറ്റ്സ് ആയിട്ട് മാറ്റണമെങ്കിൽ ഇപ്പോൾ ഇത് വാക്സ് ആണ്. ഈ വാക്സിൽ നമ്മളിപ്പോൾ ഇതൊരു പുതിയ ഇപ്പോൾ 2-3 ഇത് വെച്ചിട്ടുള്ളൊരു പുതിയ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇതൊരു പാർട്ടാണ്, പല പാർട്ട് വെച്ചിട്ട് നമ്മളൊരു ഡിസൈൻ അത് വാക്സിൽ സെറ്റ് ചെയ്തു. നമ്മുടെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ അവർ പറഞ്ഞ ഡിസൈൻ ആയിരിക്കാം. അപ്പോൾ നമ്മളത് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ ബാക്ക് വശം നമ്മൾ ഇതുപോലെ സോൾഡർ ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് പോയിട്ട് ഇങ്ങനെ സോൾഡർ ചെയ്ത് പക്ക പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ് ആക്കി മാറ്റും. ഇതൊക്കെ ഇവിടെ നമ്മൾ ചെയ്ത് ഇതൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിലിനി ഒത്തിരി വർക്കുകൾ ബാക്കിയുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് സ്റ്റോൺ വർക്ക്, കട്ടിങ്ങുകൾ അങ്ങനെല്ലാം വരും. ജെൻസിൻ്റെ ഒരു വളയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇതിപ്പോൾ നോർമലി ഇപ്പം ചെയ്യാനായിട്ട് എത്ര ടൈമൊക്കെ എടുക്കും? ഇത് 2-3 ദിവസങ്ങൾ എടുക്കും. വർക്കിൻ്റെ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒത്തിരി വലിയ നെക്ലസിന് ഹെവി സാധനങ്ങളൊക്കെ ഐറ്റംസ് ആണെങ്കിൽ അതിന് നമുക്ക് കൂടുതൽ ടൈം എടുക്കും. ഇതൊക്കെ അതേ ഒരു കല്യാണ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ഷോമാല, അപ്പോൾ അവർക്ക് മാങ്ങാമാല പറഞ്ഞു, അതാണ് അവിടെ റെഡിയാവുന്നത്. അത് അവർക്ക് മേളിലേക്കുള്ള ഒരു ഷോമാല.
പിന്നെ ഇതൊരു കണ്ടോ, ഇതൊരു ട്രഡീഷണൽ മോഡലാണ്. ഇതൊരു ഫോട്ടോ തന്നതാണ് അവർ. നമ്മൾ ആ ഫോട്ടോ വെച്ചിട്ട് കണ്ടോ, ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഷോർട്ടായിട്ട് മോൾ ഭാഗത്ത് വരുന്ന ഒരു നെക്ലസാണ്. അപ്പം സ്റ്റോണൊക്കെ അവർ പറഞ്ഞിട്ടായിരിക്കും. സ്റ്റോണൊക്കെ പറഞ്ഞാൽ അവർക്ക് മെറൂൺ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ മെറൂൺ സ്റ്റോൺ അവിടെ സെറ്റ് ചെയ്യും. ഇത് ചെയിനുകൾ അങ്ങനെ എല്ലാ തരത്തിലും ഒറിജിനൽ. നമ്മൾ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഇമിറ്റേഷൻ ജ്വല്ലറിയിൽ പ്ലാസ്റ്റിക് സ്റ്റോണുകൾ യൂസ് ചെയ്യും. ആ സ്റ്റോണുകൾ നമുക്ക് വേണമെങ്കിൽ അത് രണ്ടിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. ഇതാണ് ഗോൾഡിൽ ഉപയോഗിക്കുന്നത്, അതേ സ്റ്റോൺ തന്നെയാണ്. കാരണം ഇത് നമ്മുടെ ഈ ബാക്ക് വശം നോക്കിയാൽ മിക്കവാറും അത് അറിയാൻ പറ്റും. കാരണം മെർക്കുറി സ്റ്റോണുകളുടെ ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടാവും. അപ്പോൾ അതാണ് എല്ലാവരും ഉപയോഗിക്കുക. ഇത് ശരിക്കും നമ്മൾ ഒറിജിനൽ ഗോൾഡിൽ എന്താണോ യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഇപ്പം ഞാനൊരു ഡിസൈൻ പറഞ്ഞാൽ എനിക്കത് ഉറപ്പായിട്ടും ചെയ്തു തരാം. പെട്ടെന്ന് ചെയ്തു തരാം. എത്രത്തിലുള്ള ഡിസൈനാന്ന് പറഞ്ഞാലാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തരാൻ പറ്റുമോ അതോ ടൈം? എനിക്ക് ഹെവി സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല, ഒരു സിമ്പിളായിട്ട് എന്താ വേണ്ടേ? സിമ്പിളായിട്ട് ഇപ്പം എന്താ ഒരു ബ്രേസ്ലെറ്റോ അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു മോഡൽ. അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ ഉണ്ട്. മാസ്റ്ററോട് തന്നെ ഒരു എന്തെങ്കിലും ഒരു ഡിസൈൻ സജസ്റ്റ് ചെയ്യാൻ പറയാം. എന്നിട്ട് നമുക്ക് അതിന്റെ ഇതിലേക്ക് പറഞ്ഞു കൊടുത്താൽ മതിയോ? പറഞ്ഞു കൊടുക്കും. ഒന്ന് പറഞ്ഞു കൊടുത്ത ആള് കുറെ ടൈം എടുക്കില്ലല്ലോ. നോക്കാം, നമുക്ക് ഡിസൈൻ ആദ്യം ഒന്ന് പറയുക, എന്നിട്ട് വേണം ഞങ്ങൾക്ക് എത്ര സമയം എടുക്കും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു ഡിസൈൻ ഉണ്ട്. ഇപ്പോൾ പെട്ടെന്നൊന്ന് ഇതായതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഡിസൈൻ ഞാൻ കൊടുക്കാം. അപ്പോൾ എത്ര ടൈം എടുക്കും എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാമേ. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഒരു ഡിസൈൻ ഇവിടെ പറയാൻ പോകണം കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്? അതായത് ഇത് മുരുകൻ ചേട്ടനാണ്, നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മൾ കൂടെയുള്ള ആളാണ്. ഇപ്പൊ ഇത് പാലക്ക ഇതിന്റെ മുകളിൽ ഒരു കൃഷ്ണൻ വരുന്ന ഒരു മോഡലാണ്. ഇത് അവരെവിടെയോ ഗോൾഡിൽ കണ്ടിട്ട് നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ആളത് അവിടെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഹാഫ് ആയിട്ടുള്ളൂ. അതിപ്പോ പൊളിക്കാൻ ഇപ്പൊ അത് സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇപ്പൊ മാമിനുള്ള ചോയ്സാണ്. ആളുടെ കഴിവ് ഇപ്പൊ തന്നെ നമുക്ക് എന്തൊക്കെയോ എനിക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്താ വേണ്ടത് ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് പറഞ്ഞ രീതിയിൽ വേണം കേട്ടോ. ഞാൻ സൂപ്പറായിട്ട് വരയ്ക്കും. അതുകൊണ്ട് അത് എങ്ങനത്തെ വേണം? ഒരു സിമ്പിളേ ഇങ്ങനെ തിന്നായിട്ട് സർക്കിൾ വരയ്ക്കില്ലേ, എന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഹാർട്ട്, എന്നിട്ട് ഇത് കണക്ട് ചെയ്തിടുന്ന അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് കണക്ട് ചെയ്യാം, അത് കുഴപ്പമില്ല. നമുക്ക് തുറക്കുന്ന രീതിയിലല്ല വേണ്ടേ, അത് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും സ്റ്റോണൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തു, അതെനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ കിട്ടിയതിൻ്റെ സിമ്പിൾ ഇങ്ങനെ സുബിൻ്റെ എസ്. അപ്പം നമുക്ക് മാസ്റ്റർ അടുത്ത് ഒരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ ആള് അതൊരു റഫായിട്ട് ആദ്യം ഒന്ന് ഡ്രോ ചെയ്യട്ടെ. ലോക്കാണ് മാഡത്തിന് ഇട്ട് തിരിക്കാവുന്ന രീതിയിൽ. ഇവിടെ സോൾവിംഗ് ലോക്ക് സിസ്റ്റമാണ്. വണ്ണം കൂടിയ ആൾക്കാർക്ക് വണ്ണം കൈക്ക് വണ്ണം കൂടിയ ചെയ്താലും ഉപയോഗിക്കാം. അപ്പൊ അത് മാസ്റ്റർ നമ്മൾ പറഞ്ഞത് വളരെ വളർത്തായിട്ട് ക്യാച്ച് ചെയ്തു. ഇതിപ്പോ ഉദ്ദേശിക്കുന്ന ഒരു ഹാർട്ട് വന്നു. അപ്പൊ നമ്മുടെ എസ് സിമ്പിള് നടുക്ക് തന്നെ വെച്ചു. ഇതൊരു ഓപ്പൺ ടൈപ്പ് ജസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ലോക്ക് പോലെ വരും. അപ്പോൾ നമുക്കത് വർക്ക് നേരിട്ട് തന്നെ കാണാം. അതല്ല ഏറ്റവും നല്ലത്. നമ്മുടെ ഇതിലിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും നോക്കാം. കമ്പി നമുക്ക് റോളായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇത് പല സൈസിലുള്ള കമ്പികളുണ്ടാവും. അപ്പോൾ നമുക്ക് ശരിക്കും മാം പറഞ്ഞത് വളരെ തിന്നായിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് നമുക്കതിനെ ആ രീതിയിലേക്ക് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കമ്പീനെ മാം ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ശരിക്കും നമ്മൾ ആ ഉദ്ദേശിച്ച ലെവലിലേക്ക് ഈ കമ്പീനെ നമ്മൾ പാകപ്പെടുത്തിയെടുത്തു. ഇപ്പോൾ മെഷീനിൽ നമ്മൾ കണ്ടു കാണും. മെഷീനിൽ അതിനെ സെറ്റ് ചെയ്ത് നമുക്ക് ഏതാണ് വീതി വേണ്ടത് ആ വീതിയിലേക്ക് നമ്മൾ നേരത്തെ കണ്ട ആ റൗണ്ട് കമ്പീനെ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ആക്കി. ഇനി ആൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ മെയിൻ ആള് ഇപ്പോഴാട്ടോ വരുന്നത്. VIPs എല്ലാം അല്ലേ കുറച്ച് ലേറ്റ് ആയിട്ട് വരുള്ളൂ. ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് വരുവാ. VIPs എല്ലാം ലേറ്റ് ആയിട്ടാണ്. മൂന്നാർ നമ്മുടെ റിസോർട്ടിൽ വന്നേ. ഇനി നമുക്കിനി വിഷുവിന്റെ സെലിബ്രേഷൻ എല്ലാം ഉണ്ട്, സദ്യ ഉണ്ട്. ഇനി എല്ലാം അതൊക്കെ കിടക്കുക. ഞാൻ കഴിക്കണം. ഇത് നാഗപടം ആ സ്റ്റൈലാണോ അത്? അതെ 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 നാഗപടം. അപ്പം ഇത് റെഡ് പച്ച. ഇത് നമ്മൾ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് ചെയ്യുന്ന ഇത് ട്രഡീഷണൽ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് വളരെ റെയറായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത് ചെയ്യുന്നവർ അപൂർവമായിരിക്കും. ചിലപ്പോൾ 1-2 പേരെ കാണുള്ളൂ. അവർ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ഇത് ശരിക്ക് ട്രഡീഷണൽ പഴയ നാഗപടം എന്ന് പറയുന്നത് വളഞ്ഞിരിക്കുന്നത്, അതായത് നാഗത്തിൻ്റെ പത്തി പോലെ വളഞ്ഞിരിക്കുക, അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഇത് വളഞ്ഞിരിക്കുന്നത്. പിന്നെ ഡബിൾ സൈഡ് വരുമ്പോൾ ഇത്തിരി തിക്നെസ് കൂടുതലുണ്ടായിരിക്കും. പിന്നെ ഇത് ഒരു കട്ട മേക്ക് ചെയ്യുന്നതിന് തന്നെ ഒരു ഹാഫ് ഡേ
മിനിമം വേണ്ടി വരുന്നത്. വളരെ റെയറാണ്. ഗോൾഡിൽ ചെയ്യുമ്പോൾ ഇതിന് മിനിമം 50,000 എങ്ങനെ മേക്കിംഗ് ചാർജ്. അതെ 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 അതെ. ഇത് ഈ രീതിയിൽ ഉപയോഗിക്കാം, 2 in 1, 2 രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒരു മേക്കിംഗ് ചാർജ് ഒരൊറ്റ കോസ്റ്റിൽ 2 ഓർണമെൻറ്റ് ഉപയോഗിക്കാനും സാധിക്കും. ഇതിന് നമ്മളൊരു 40 നമ്മളിത് റെന്റിനും പോകത്തില്ലേ? റെന്റിന് നമ്മൾ റെന്റിൻ്റെ ഉള്ള പീസ് വേറെ കാണും. ഇത് കോപ്പറിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് ഫിനിഷ്ഡ് കാണാം. വേണ്ട, ഇത് ഫുള്ളി ഫൈനൽ. ഞാൻ വെച്ച് കാണിക്കാം കേട്ടോ. ഇതിപ്പം ഇതുകൊണ്ട് ഡബിൾ സൈഡ് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഗോൾഡ് സ്മിത്തേഴ്സ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു കോപ്പറിങ് എന്നുള്ള കഴിഞ്ഞിട്ട് അതിൽ ഹാങ്ങിങ്സ് ഇടലാണ് കേട്ടോ. അവർ അത് ഹാങ്ങിങ്ങുകൾ അവരത് സെറ്റ് ചെയ്ത് ഇപ്പോൾ പകുതി ഇട്ടിട്ടുള്ളൂ, ഇനി അതിനകത്ത് ഇടാണ്ട്. അപ്പോൾ ഹാങ്ങിങ്സ് ഇടുന്ന ഒരു സെക്ഷനാണ് ഇപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇതിപ്പോൾ ഒരു കസ്റ്റമറുടെ ഓർഡറാണ്. അപ്പോൾ അവർ മുത്തുകൾ അവർ തന്നിട്ട് നമ്മളത് കമ്മലാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കമ്മലാക്കി അവർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മളിതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ ഇടുന്നതെല്ലാം ഇപ്പോൾ പേളാണെങ്കിൽ നമ്മൾ റിയൽ പേള് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് റിയൽ പേള് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒറിജിനൽ പേളാണ്. അപ്പോൾ നമുക്കിത് ഒറിജിനൽ പേളാണെങ്കിൽ എന്താ പ്രത്യേകിച്ച്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നോർമൽ പ്ലാസ്റ്റിക് പേളാണെങ്കിൽ നമ്മളിത് കത്തിക്കുമ്പോൾ തന്നെ ഇത് കത്തിപ്പോകും. ഈ പേളുകൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശരിക്കും റിയൽ പേളിൻ്റെ പ്രത്യേകത ഇത് ചൂട് ഇപ്പോൾ ഇത് കത്തിച്ചു കഴിഞ്ഞാലും ഇത് കത്തില്ല, കാൽസ്യമാണ്. ഇത് ഇങ്ങനെ ബ്ലാക്ക് പിടിച്ചാലും നമ്മളത് നന്നായിട്ട് കണ്ടോ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിലാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഇത് ശരിക്കും കാൽസ്യമാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ വേണ്ട, നമ്മളിങ്ങനെ ചിരണ്ട സമയത്ത് കാൽസ്യം പൊടിഞ്ഞു പോവുള്ളൂ. വേണ്ട ഒരു പൊടി പോലെ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നന്നായിട്ട് ഉരച്ചാലും അതിൻ്റെ തിളക്കം ഒരിക്കലും പോവില്ല. കാരണം അത് ഒറിജിനൽ പേളാണ്, ഇത് കാൽസ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് മാത്രമേ ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ജ്വല്ലറിയിലും നമ്മൾ പേള് പറക്കാട്ട് എന്നുള്ള 1 gram ഗോൾഡിൽ ഉപയോഗിക്കുന്നത് ഒറിജിനൽ പേള്, സ്റ്റോൺസ് ഒക്കെ ഒറിജിനൽ സ്റ്റോൺസ് മാത്രമേ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ നമുക്ക് ആ റിയൽ ഉപയോഗിക്കുന്ന അതേ ഫീലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളപ്പം ഈ ഒരു ഫ്ലോറിൽ മേക്കിംഗ് ആണ് കേട്ടോ നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് കൂടാതെ വേറെ 3 ഫ്ലോർ ഉണ്ട് ടോട്ടലി. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ഗോൾഡിൻ്റെ ആണെങ്കിലും ഓരോ മൈന്യൂട്ട് ആയിട്ടാണെങ്കിലും ഓരോ ഓർണമെന്റ്സിൻ്റെ ഓരോ കാര്യം പറയുമ്പോഴല്ലോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഇത്രയ്ക്ക് എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പറക്കാട്ടിൻ്റെ സീക്രട്ട് അല്ലേ, ഫിനിഷിങ് ഒക്കെ. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈ വീഡിയോ പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ വളയുടെ വർക്ക് അവിടെ ബാക്കിൽ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞോ? അപ്പോൾ ഇല്ല, വളയുടെ പ്രോസസ്സിൽ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത് ഒരു കോപ്പർ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം കഴിഞ്ഞിട്ട് ഒരു സാധനം നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. അതേനും ഇനി നമുക്ക് ഇതിൽ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്നിടത്തേക്ക് പോവാം. അതാണ് ഇതിനടുത്ത്. ഇത് കഴിഞ്ഞിട്ടില്ല ഇല്ല, ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ഇതിനൊരു സ്പെഷ്യലാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കട്ടിങ് സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മറ്റേത് പ്യുവറായിട്ടുള്ള റോഡിയം, ഒറിജിനൽ റോഡിയം തന്നെയാണ് ഗോൾഡിൽ വരുന്നത്. അത് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു പാർട്ടിൽ എനിക്ക് തോന്നുന്നു എസ്സിൽ ഇതെങ്ങനെ. അപ്പോൾ എസ്സിൽ നമുക്ക് റോഡിയം, അതായത് വൈറ്റ് ഗോൾഡ് ചെയ്യാം. നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എസ് മാത്രം വൈറ്റ് ഗോൾഡ് ഉണ്ടാവും, ബാക്കി അതിൻ്റെ ഔട്ടർ പോർഷൻ ഗോൾഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കട്ടിങ്ങിന് കൊടുക്കാം. ഇവരൊക്കെ ഈ എക്സ്പേർട്ട് ആയിട്ടുള്ള കട്ടിങ് വൈമാരാണ് ഇവരൊക്കെ. ഇവർ മാത്രം നമ്മുടെ പുറത്തുള്ളവരാണ്. ഇവർ സ്കിൽഡ്, ഇവർ ഒത്തിരി വർഷമായിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ കൊണ്ട് ഇപ്പോൾ ഇത് അതിൻ്റെ ഇത് അറിയാനായിട്ട് കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിന് മുമ്പ് ഇത് എങ്ങനെ ഇരിക്കുക, അതിനെ നമ്മൾ ഉണ്ടോ ഇങ്ങനെ. അപ്പോഴാണ് ആ തിളക്കം ഓർണമെന്റ്സിന് വരിക. അപ്പോൾ നമ്മുടെ ഓർണമെന്റ്സ് നമുക്ക് കട്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ തന്നെ ചെയ്യിച്ചു തന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. നല്ല ഫിനിഷിങ് ആണ് കേട്ടോ നമ്മുടെ പറക്കാട്ടിൻ്റെ. ഇപ്പം നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു സന്തോഷ വാർത്ത കൂടെ പറയാനുണ്ട്. അത് വിൻചേട്ടൻ തന്നെ പറയുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ വർഷത്തെ, അതായത് 2022 ലേബറിൻ്റെ ലേബർ ആൻഡ് സ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും മികച്ച ജ്വല്ലറി സെക്ഷനിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾക്കാണ് വജ്ര ഏറ്റവും ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അത് ശരിക്കും ഞങ്ങളുടെ ഈ എല്ലാവരും, ഇതാണ് ഞങ്ങളുടെ കുടുംബമാണ് ശരിക്കും. ആക്ച്വലി നമ്മുടെ പറക്കാട് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഈ ഇതിനുള്ള
നമ്മുടെ ഇത്രയും ഇവർക്ക് ഇവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. ഇവർക്ക് വേണ്ടി ശരിക്കും ഞങ്ങളത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വർഷത്തെ ഇത് കിട്ടിയത് ഇനി എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇത് കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര സന്തോഷമായി. നമ്മുടെ പറക്കാട്ടിന്റെ ഒരു ടീമാണ്, ടീമെന്നല്ല പറക്കാട്ടിന്റെ ഫാമിലിയാണെന്ന് പറയാം അല്ലേ. അപ്പം ഇവരുടെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് പറക്കാട്ടിന്റെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം, എങ്ങനെയുണ്ട്? സത്യം പറയണേ. വാ. എന്താ പറയുക, നമ്മുടെ ഈ എന്താ മുതലാളി അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടോ? അപ്പൊ നിങ്ങളിപ്പം എത്ര വർഷമായി ഇവിടെ? നിങ്ങൾ എല്ലാവരും ഇവിടെ അടുത്തുള്ളവരാണ്. എല്ലാവരും ഞങ്ങളുടെ ഫാമിലിയാണ് ശരിക്കും. ഞാൻ പറയും എപ്പോഴും നമ്മുടെ ചേച്ചിമാരും അമ്മമാരും ഒക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചിലവഴിക്കുന്നത് ഇവരുടെ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഹാപ്പി ആയാലാണ് നമ്മുടെ ജീവിതം ഹാപ്പി ആവുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഏറിയ പങ്കും നമ്മൾ ചിലവഴിക്കുന്നത് ഇവരുടെ കൂടെ ഇവിടെയാണ്. ഇവിടെ കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ സന്തോഷം വേണം. അപ്പോൾ ഇവരെപ്പോഴും സന്തോഷിച്ചിരുന്നാലാണ് ഞങ്ങൾക്ക് ആ സന്തോഷം കിട്ടുള്ളൂ. അല്ലാതെ ഇവർ ഒരു ചിരിച്ച മുഖത്തോടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അതാണ് ഞങ്ങളുടെ വിജയം. ഈ മൊത്തം ടീം ഞങ്ങൾ അങ്ങനെ വളരെ ടീമിന്റെ വിജയമാണ്. അതാണ് ഇവരാണ് ഞങ്ങളുടെ വിജയം. നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്തും നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷുവിൻ്റെ സെലിബ്രേഷനും കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ നോമ്പുതുറയും എല്ലാം ഉണ്ട് അല്ലേ. നമ്മൾ അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനിൽ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ദെൻ ബൈ.